ബർദിയ ദേശീയോദ്യാനം നേപ്പാളിലെ ഒരു പ്രധാനപ്പെട്ട വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. ഇവിടെ നിന്ന് ലുംബിനിയിലേക്ക് കാറിൽ ഏകദേശം 255 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം 5 മണിക്കൂറും 25 മിനിറ്റും ഈ യാത്രയ്ക്ക് എടുക്കും. യാത്രാമാർഗം ഗൂഗിൾ മാപ്സ് അനുസരിച്ച് മഹേന്ദ്ര ഹൈവേ M2, മഹേന്ദ്ര ഹൈവേ M2 -01 എന്നിവയിലൂടെയാണ് ശുപാർശ ചെയ്യുന്ന യാത്രാമാർഗം. മഹേന്ദ്ര ഹൈവേ M2-01 യാത്ര തുടരുക. തുടർന്ന് മഹേന്ദ്ര ഹൈവേ M2 ശിവരാജിലേക്ക് പോകുക. ലുംബിനിയിലെ ബിദുവ ഖുൻഗായ് റോഡ് ഹുലഗി രാജമാർഗ് പോസ്റ്റൽ ഹൈവേ M17 ഡ്രൈവ് ചെയ്യുക. സാധാരണഗതിയിൽ ഈ റോഡുകളിൽ തിരക്ക് കുറവായിരിക്കും. ശ്രദ്ധിക്കുക, നേപ്പാളിലെ റോഡുകൾക്ക് ചിലപ്പോൾ മോശം അവസ്ഥയാകാം, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അതിനാൽ യാത്രയ്ക്ക് മുൻപ് റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാണ്. വഴിയിൽ കാണാനുള്ള സ്ഥലങ്ങൾ: ബർദിയ ദേശീയോദ്യാനം. കടുവകളെയും ആനകളെയും കാണാൻ സാധിക്കുന്ന ഈ ദേശീയോദ്യാനത്തിൽ ജീപ്പ് സഫാരിയും കാൽനട സഫാരിയും ലഭ്യമാണ്. ബാഗേശ്വരി ക്ഷേത്രം. നേപ്പാൾഗഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹൈന്ദവ ക്ഷേത്രം യാത്രയ്ക്കിടയിൽ സന്ദർശിക്കാവുന്നതാണ്. ബാങ്കെ ദേശീയോദ്യാനം. ബർദിയ ദേശീയോദ്യാനത്തിന് അടുത്തുള്ള മറ്റൊരു സംരക്ഷിത പ്രദേശമാണിത്. ലുംബിനിയിലെ കാഴ്ചകൾ: മായദേവി ക്ഷേത്രം. ശ്രീബുദ്ധന്റെ ജനനസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ലുംബിനിയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. അശോകൻ സ്തംഭം. അശോക ചക്രവർത്തി ലുംബിനി സന്ദർശിച്ചതിന്റെ ഓർമ്മക്കായി സ്ഥാപിച്ച സ്തംഭമാണിത്. ലോകസമാധാന പഗോഡ. ലോകസമാധാനത്തിനായി പണിത ഈ പഗോഡ മനോഹരമായ കാഴ്ചയാണ്. ലുംബിനി ബുദ്ധമഠങ്ങൾ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധമഠങ്ങൾ ഇവിടെയുണ്ട്. കൂടുതൽ വിവരങ്ങൾ: കാർ വാടകയ്ക്ക് എടുക്കുന്നതിന് ഒരു ദിവസത്തേക്ക് ശരാശരി 10,700 രൂപയോളം ചെലവ് വരും. ബർദിയിൽ നിന്ന് ലുംബിനിയിലേക്ക് പോകാൻ ട്രെയിൻ, ഫ്ലൈറ്റ് തുടങ്ങിയ മറ്റു വഴികളും ഉണ്ട്. എന്നാൽ കാർ യാത്രയാണ് ഏറ്റവും സാധാരണമായ മാർഗം. ലുംബിനി ടൂർ പാക്കേജുകളും ലഭ്യമാണ്. ഈ വിവരങ്ങൾ നിങ്ങളുടെ യാത്രാ ആസൂത്രണത്തിന് സഹായകമാകുമെന്ന് കരുതുന്നു. നേപ്പാളിലെ ബർദിയയിൽ നിന്ന് ലുംബിനിയിലേക്കുള്ള കാർ യാത്ര തെക്കൻ നേപ്പാളിലെ ടെറായ് സമതലങ്ങളിലൂടെയാണ് പ്രധാനമായും കടന്നുപോകുന്നത്. 230 കിലോമീറ്ററോളം ദൂരമുള്ള ഈ യാത്രയ്ക്ക് ഏകദേശം 6 മണിക്കൂറിനടുത്ത് സമയമെടുക്കും. യാത്രാ വിവരണവും റോഡരികിലെ കാഴ്ചകളും: സമതലങ്ങൾ. യാത്രയുടെ ഭൂരിഭാഗവും പരന്നുകിടക്കുന്ന ടെറായ് സമതലങ്ങളിലൂടെയാണ്. ഇവിടെ വയലുകളും കാർഷിക ഭൂമികളും ധാരാളമായി കാണാൻ സാധിക്കും. ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും. വഴിയരികിൽ നേപ്പാളിലെ തനത് ശൈലിയിലുള്ള ചെറുഗ്രാമങ്ങളും പട്ടണങ്ങളും കടന്നുപോകും. മുളയും വൈക്കോലും ഉപയോഗിച്ചുള്ള പരമ്പരാഗത വീടുകൾ ഈ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കും. വന്യജീവി വൈവിധ്യം. ബർദിയ ദേശീയോദ്യാനം കടന്നുപോകുന്നതിനാൽ യാത്രക്കിടെ റോഡരികിൽ ചില വന്യജീവികളെ കാണാൻ സാധ്യതയുണ്ട്. കടുവകൾ, ആനകൾ, മാനുകൾ, പക്ഷികൾ എന്നിവയെല്ലാം ബർദിയയിൽ കാണപ്പെടുന്ന വന്യജീവികളിൽ ചിലതാണ്. നദികളും ജലസ്രോതസ്സുകളും. ടെറായ് സമതലങ്ങളിലൂടെ നിരവധി നദികളും തോടുകളും കടന്നുപോകുന്നുണ്ട്. ഈസ്റ്റ് വെസ്റ്റ് ഹൈവേ. മഹേന്ദ്ര ഹൈവേ. നേപ്പാളിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഹൈവേയായ ഈസ്റ്റ് വെസ്റ്റ് ഹൈവേയുടെ ഭാഗങ്ങളിലൂടെയാണ് ഈ യാത്ര. 1024 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് നേപ്പാളിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ നീണ്ടുകിടക്കുന്നു. കൃഷിയും ഗ്രാമീണ ജീവിതവും. റോഡരികിലെ ഗ്രാമങ്ങളിൽ നേപ്പാളിലെ ഗ്രാമീണ ജീവിതം അടുത്തറിയാൻ സാധിക്കും. കൃഷിയും കന്നുകാലികളെ മേയ്ക്കുന്നതും വഴിയരികിലെ പതിവ് കാഴ്ചകളാണ്. പ്രധാന യാത്രാനുഭവങ്ങൾ: നേപ്പാളിന്റെ തെക്കൻ മേഖലകളിലൂടെയുള്ള യാത്ര അതിന്റെ തനത് ഗ്രാമീണ സൗന്ദര്യവും വന്യജീവി വൈവിധ്യവും ആസ്വദിക്കാൻ അവസരമൊരുക്കുന്നു. ബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയിലേക്കുള്ള യാത്രയിൽ ആത്മീയമായ ഒരു അനുഭവം നേടാനും സാധിക്കും. റോഡരികിലെ കടകളിൽ നിന്ന് പ്രാദേശിക വിഭവങ്ങൾ രുചിക്കാനും ആളുകളുമായി ഇടപഴകാനും അവസരം ലഭിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ: യാത്രയ്ക്ക് മുൻപ് റോഡിന്റെ അവസ്ഥയും യാത്രാസമയം സംബന്ധിച്ചും വിവരങ്ങൾ ശേഖരിക്കുന്നത് നല്ലതാണ്. യാത്രയ്ക്കിടെ ബർദിയ ദേശീയോദ്യാനം സന്ദർശിക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ ഗൈഡിനെ നിയമിക്കുന്നത് നിർബന്ധമാണ്. ലുംബിനിയിലെത്തിയ ശേഷം അശോക സ്തംഭം ഉൾപ്പെടെയുള്ള പുരാതന ബുദ്ധമഠങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കാൻ സാധിക്കും. ബർദിയയിൽ നിന്ന് ലുംബിനിയിലേക്കുള്ള കാർ യാത്ര നേപ്പാളിലെ മനോഹരമായ ഗ്രാമങ്ങളിലൂടെയുള്ള ഒരു ദൃശ്യവിരുന്നാണ്. യാത്രയുടെ തുടക്കം ബർദിയ ദേശീയോദ്യാനം. ബർദിയ ദേശീയോദ്യാനത്തിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്.
ബംഗാൾ കടുവകൾ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ, ഏഷ്യൻ ആനകൾ, നിരവധി പക്ഷിവർഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വന്യജീവികളാൽ സമ്പന്നമായ ഈ പ്രദേശം പ്രകൃതി സ്നേഹികളെയും വന്യജീവികളെ ഇഷ്ടപ്പെടുന്നവരെയും ആകർഷിക്കുന്നു. കഥ: വന്യജീവി ഇടനാഴി, കർണാലി. ഗേരുവാ നദികളുടെ തീരങ്ങളിലൂടെയുള്ള യാത്രയിൽ തെരുസമുദായങ്ങളുടെ പരമ്പരാഗത കെട്ടിടങ്ങളും അവരുടെ തനതായ സംസ്കാരവും കാണാൻ സാധിക്കും. ഗ്രാമീണ ജീവിതം: റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ചെറുഗ്രാമങ്ങൾ, വയലുകൾ, പുൽമേടുകൾ, പരമ്പരാഗത ശൈലിയിലുള്ള വീടുകൾ എന്നിവയെല്ലാം നേപ്പാളിന്റെ ഗ്രാമീണ ജീവിതത്തെ അടുത്തറിയാൻ സഹായിക്കുന്നു. തെരുസമുദായത്തിലെ ആളുകളുടെ ജീവിതശൈലി, അവരുടെ പരമ്പരാഗത നൃത്തങ്ങൾ, പ്രാദേശിക സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പ്രകടനങ്ങൾ എന്നിവയെല്ലാം യാത്രയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. വന്യജീവി നിരീക്ഷണം: വഴിയിൽ വന്യജീവികളെയും പക്ഷികളെയും കാണാനുള്ള സാധ്യതയും ഏറെയാണ്. കാണ്ടാമൃഗങ്ങൾ, മാനുകൾ, പക്ഷികൾ എന്നിവയെല്ലാം പലപ്പോഴും റോഡിനടുത്ത് കാണാൻ സാധിക്കും. ഗെരുവാ നദിയിലേക്കുള്ള യാത്രയിൽ നദിക്കരയിൽ വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെയും പക്ഷികളെയും കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ്. യാത്ര: ലുംബിനിയിലേക്ക്. ലുംബിനി പ്രദേശം ബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയിലേക്കാണ് യാത്ര അവസാനിക്കുന്നത്. ബുദ്ധമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. മായാദേവി ക്ഷേത്രം: ലുംബിനിയിൽ മായാദേവി ക്ഷേത്രം, ലോകസമാധാന സ്തൂപം, വിവിധ ബുദ്ധമത സമൂഹങ്ങൾ സ്ഥാപിച്ച ആശ്രമങ്ങൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു. ആകാശയാത്ര: ബർദിയിൽ നിന്ന് ലുംബിനിയിലേക്ക് ഏകദേശം 6 മണിക്കൂർ യാത്രയുണ്ട്. റോഡിന്റെ അവസ്ഥ അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരാം. പ്രാദേശിക കാഴ്ചകൾ: വഴിയിലുടനീളം പ്രാദേശിക കടകളും ചെറിയ ചന്തകളും ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളും കാണാൻ സാധിക്കും. ഈ യാത്രയിലൂടെ നേപ്പാളിന്റെ പ്രകൃതിഭംഗിയും വൈവിധ്യമാർന്ന വന്യജീവികളെയും അതുപോലെ പ്രാദേശിക സംസ്കാരവും ഗ്രാമീണ ജീവിതരീതിയും അടുത്തറിയാൻ സാധിക്കും. നെൽകൃഷി: താഴ്വരകളിലെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ നെൽകൃഷി വ്യാപകമായി കാണാം. മൈസ്: ജലസേചനം ഇല്ലാത്ത വരണ്ട കൃഷിയിടങ്ങളിൽ മൈസ് കൃഷി സാധാരണമാണ്. ഗോതമ്പ്: താഴ്വരകളിലെ കൃഷിക്ക് ഗോതമ്പും ഒരു പ്രധാന വിളയാണ്. മഞ്ഞൾ, ഇഞ്ചി, വാഴ, മാങ്ങ, മറ്റു പഴങ്ങൾ, ഇത്തരം കൃഷികളും വഴിയിലുടനീളം കാണാൻ സാധ്യതയുണ്ട്. ധാന്യം: ഇവയും ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. വഴിയരികിലെ ഗ്രാമങ്ങളിൽ പരമ്പരാഗതമായ കൃഷിരീതികളാണ് സാധാരണയായി കാണാൻ കഴിയുന്നത്. കാളകളെ ഉപയോഗിച്ചുള്ള നിലം ഉഴൽ, വയലുകളിൽ പണിയെടുക്കുന്ന കർഷകരെയും വഴിയിൽ കാണാം. മാൻസൂൺ സമയത്ത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് നെല്ല് സംരക്ഷിക്കാൻ വീടുകളിൽ നെല്ല് സംഭരണികൾ കാണാൻ സാധിക്കും. ബുട്വാളിൽ നിന്ന് ലുംബിനിയിലേക്കുള്ള യാത്ര ബുട്വാൾ പാൽപ് റോഡിലൂടെയാണ്. ഈ വഴിയിൽ പല സ്ഥലങ്ങളിലും റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അതിനാൽ യാത്ര ചെയ്യുമ്പോൾ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ലംബിനിയിൽ എത്തുമ്പോൾ ശ്രീ ബുദ്ധന്റെ ജനനസ്ഥലമായ രാമ്യോ എന്നിടത് കാണാൻ സാധിക്കും. മായാദേവി ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളും അശോകസ്തംഭവും ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രദേശം. പല ബുദ്ധമത സമൂഹങ്ങളും സ്ഥാപിച്ച ആശ്രമങ്ങളും ഇവിടെ കാണാം. ഈ യാത്ര താഴ്വരകളിലെയും ഗ്രാമങ്ങളിലെയും മനോഹരമായ കാഴ്ചകളിലൂടെയും കാർഷിക സംസ്കാരത്തിലൂടെയും നേപ്പാളിന്റെ സാംസ്കാരിക പൈതൃകത്തിലൂടെയും ഒരു ലാനുഭവം നൽകും. A car journey from Bardia National Park to Lumbini, Nepal, covers approximately 230 kilometers, 143 miles, and takes about 6 hours, traversing the East-West Highway. The route offers a mix of scenic landscapes, passing through Terai plains and potentially providing glimpses into rural Nepalese life. Detailed description: the journey begins in Bardia, Nepal's largest national park, known for its diverse wildlife, including tigers, elephants, and rhinos. You likely depart from a lodge or accommodation within or near the park. The primary route is the East-West Highway, Mahendra Highway, a major east-west artery traversing the southern plains of Nepal. The drive is approximately 6 hours.
covering the 230 kilometers distance. The landscape transitions from the dense forests and grasslands of Bardia to the more open agricultural areas of the Terai. The highway passes through numerous villages and towns, offering glimpses into the daily lives of Nepalese people in the region. You eventually reach Lumbini, a UNESCO World Heritage Site and the birthplace of Siddhartha Gautama, Buddha. The area is developed into a pilgrimage site with various monasteries, temples, and the sacred garden. Lumbini includes the sacred garden, where the Maya Devi temple, marking Buddha's birthplace, the Ashokan pillar, and various monasteries representing different Buddhist traditions are located. Be aware that road conditions, traffic, and potential weather-related issues, especially during monsoon season, can affect travel time. Ensure your vehicle is in good condition and be mindful of road safety practices. A road trip from Bardia National Park to Lumbini in Nepal offers a fascinating glimpse into Nepal's diverse landscapes and agricultural practices. The journey, primarily along the East-West Highway, transitions from the Terai's flatlands and forests to more hilly terrain, showcasing a mix of natural beauty and agricultural scenes. You'll encounter lush rice paddies, diverse crops, and glimpses of rural life as you traverse through the heartland of Nepal. Roadside scenery and agricultural cultivation. Terai region, Bardia to Lumbini, the initial part of the journey, especially from Bardia, takes you through the Terai, Nepal's southern plains. Expect to see vast expanses of rice paddies, often interspersed with fields of wheat, mustard, and other crops, depending on the season. Joppa and Morang districts. As you head east towards Lumbini, you'll pass through Joppa and Morang districts, known for their fertile lands and agricultural output. The landscape here is characterized by a mix of cultivated fields, small villages, and patches of forest, hilly terrain. As you approach Lumbini, the landscape gradually transforms into a more hilly terrain. You'll notice a shift in the types of crops grown, with terrace farming becoming more common. Small farms and villages dot the hillsides, showcasing the ingenuity of local farmers in utilizing the land. Tea plantations. If your route takes you through areas like Ilam, you'll encounter picturesque tea plantations, a distinctive feature of the hilly regions of Nepal. Throughout the journey, you'll catch glimpses of rural Nepali life. You might see farmers tending to their fields, women washing clothes in rivers, or children playing along the roadside. Specific highlights. The journey starts from Bardia, known for its pristine wilderness, including grasslands and riverine forests, home to diverse wildlife, including the Bengal tiger and one-horned rhinoceros. As you approach Lumbini, the birthplace of Buddha, you'll encounter a more developed area with the presence of monasteries and religious sites. The East-West Highway is the main artery connecting different regions of Nepal. It offers a mix of smooth and bumpy sections, and you'll encounter various types of vehicles, including buses, trucks, and motorcycles. The dry season, October to May, is generally the best time for road travel in Nepal, as the weather is more predictable and road conditions are better. You can hire a car or jeep for the journey, or opt for buses that ply between different towns and cities. Lumbini and Bardia offer a range of accommodation options, from budget-friendly guest houses to more luxurious hotels. This road trip from Bardia to Lumbini provides a wonderful opportunity to experience Nepal's diverse beauty,
from its lush terai plains to its hilly landscapes, and to witness the agricultural practices that sustain the local communities.